സ്വാഗതം പ്രിയരെ, പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കതിനെ ഗൈഡൻസ് തരുന്നത്. മൂന്നാമത്തെ കാർഡ് നമുക്ക് എന്ത് ഔട്ട്കം എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. 2 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് വോൺസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് മനസ്സിൽ വന്നൊരു കാര്യം അത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ദിവസമാണെന്ന്. ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ, അതായത് ചിന്തയുടെ ദിവസമാണെന്ന്. സ്വന്തം ലോകത്ത് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണോ, എനിക്ക് ഐഡിയ വർക്കാവുമോ എന്ന രീതിയിലുള്ള എനർജിയാണ് ഇന്ന് താങ്കൾക്ക് വരാൻ സാധ്യതയുള്ളത്. അതിനെന്ത് ഗൈഡൻസ്, എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യലി വളരെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു ലേഡിയുടെ പടമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളിത് പ്ലാൻ ചെയ്യുന്നത് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഒരു സക്സസ്ഫുൾ ആവുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. സാധാരണ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ജോലിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ മേഖലകളിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാനുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് വിജയിക്കുന്ന നമുക്ക് മനസ്സിലുണ്ട്. പക്ഷേ അതേസമയം അതിന് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗൈഡൻസ് പറയുന്നത്. എന്ത് ഔട്ട്കം നമുക്കിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഔട്ട്കം എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യലി ഒരു വറി എന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് പണത്തിനെക്കുറിച്ചുള്ള ഭയം. കാരണം ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള സാമ്പത്തികം നമുക്കുണ്ടോ എന്നൊരു പേടിയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഭയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഭയപ്പെട്ട് നിർത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചോദിക്കാം, എന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം മുന്നോട്ട് പോകുന്ന ഒരു ദിശാബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു കാർഡാണ് കാണുന്നത്. അപ്പോൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുക. ഇത് വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫിനാൻസിൻ്റെ പേടി, അതിൻ്റെ ഒരു ഭയം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും മുന്നോട്ട് തന്നെ പോകാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലുള്ളതെങ്കിൽ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്യുക എന്ന് മാത്രമാണ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ഇത് വിജയിക്കില്ല. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.